ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ കുറച്ച് ഗാർഡൻ സ്പേസ് ഉള്ളവർക്ക് സിറ്റ് ഔട്ടിലും അതുപോലെ തന്നെ ഷെയ്ഡ് ഏരിയയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഫോളിയേജ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. അതിന് അധികം കെയർ വേണ്ട, അതുപോലെ തന്നെ അധികം വെള്ളവും വേണ്ട, വെയിലും വേണ്ട. അങ്ങനെയുള്ള പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത അഗ്ലോണിമ കലാത്തിയൊക്കെ പോലെയുള്ള ഇൻഡോർ പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു, അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ. ഇന്ന് വേറെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഒട്ടും വെയിൽ വേണ്ടാതെ, അതുപോലെ തന്നെ നമുക്ക് അകത്തളങ്ങളിൽ വെയിലും അധികം വെള്ളമില്ലാതെ അധികം വളത്തിൻ്റെ പ്രയോഗങ്ങളൊന്നുമില്ലാതെ നമുക്ക് വെച്ച് മനോഹരമാക്കാൻ പറ്റിയ കുറച്ച് ചെടികൾ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ആ ചെടികൾ വാങ്ങിയ നഴ്സറിയെയും പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റാൻഡുകളോ അല്ലെങ്കിൽ പഴയ ടീപ്പോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് നമ്മുടെ സിറ്റ് ഔട്ട് അലങ്കരിച്ച് വയ്ക്കാം. വലിയ പൈസ മുടക്ക് വേണ്ട, പക്ഷേ നമുക്ക് നല്ല ഭംഗിയുള്ള പോട്ടുകളൊക്കെ ഒന്ന് സംഘടിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ക്രോക്കറി അലമാരികളിലൊക്കെ ഒത്തിരി പഴയ സോസർ, കപ്പുകൾ, അതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ നമ്മൾ വെറുതെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് മനോഹരമാക്കി നമുക്ക് വെക്കാൻ പറ്റിയ കുറച്ച് ചെടികളെ, ഒട്ടും വെയിൽ വേണ്ടാത്തതും അതുപോലെ വെള്ളം അധികം വേണ്ടാത്തതുമായിട്ടുള്ള ചെടികളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് മണി പ്ലാന്റ്, സിങ്കോണിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇത് പെപ്പറോമിയ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇലകളുടെ ഭംഗിയാണ് ഇതിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഇത് വെയിലും വേണ്ട, അധികം വെള്ളം വേണ്ട, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിൽ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാം കേട്ടോ. ഇത് പെപ്പറോമിയയുടെ വേറൊരു കളറാണ്, ലൂണ ഗ്രേ, പിങ്ക് ലേഡി എന്ന് ഇങ്ങനെ കുറേ പേരുകൾ അറിയപ്പെടും കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ട് പെപ്പറോമിയ എന്ന് പറയാം. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ അവിടെ നിന്ന് വാങ്ങാം കേട്ടോ. ഇത് പെഡിലാന്തസ് കെർലി പിങ്ക്. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ ഇത് ബുഷിയായിട്ടും നമുക്ക് വളർത്താം, ഹാങ്ങിങ് ആയിട്ട് വളർത്താം. അധികം വെയിലില്ലാത്തൊരു സ്ഥലത്ത് തന്നെ വെക്കാൻ നോക്കണം കേട്ടോ. ഇത് സാറ്റിൻ പോത്തോസ് ഇട്ടാ. ഇതിൻ്റെ ഇലകളുടെ ഭംഗി കണ്ട. ഇതും വളരെ പതുക്കെ വളരുള്ളൂ, പക്ഷേ ഇതുപോലെ ബുഷിയായിട്ട് നമുക്ക് പോട്ടിൽ വെച്ചാൽ നല്ല മനോഹരമായിരിക്കും. ഇത് ക്രിപ്താന്തസിൻ്റെ എർത്ത് സ്റ്റാർ എന്ന് പറഞ്ഞ ചെടിയാട്ടോ. വളരെ ഭംഗിയാണ് കാണാൻ, സ്റ്റാറിൻ്റെ പോലെ കണ്ടോ. ഇതിൻ്റെ ഇലകളുടെയൊക്കെ ഒരു ഭംഗിയുണ്ടോ. ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, ഒത്തിരി വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ നല്ല ഭംഗിയാണ്. ഒട്ടും വെയിൽ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ്, കുറച്ച് വെള്ളം മാത്രമേ ഇതിന് വേണ്ടൂ. ഇതും ക്രിപ്താന്തസിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒത്തിരി വെറൈറ്റി നല്ല ഭംഗിയുള്ള ഇലകളുടെ ഉണ്ട് കേട്ടോ, സ്റ്റാർ പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് കാക്ടസ്, നമ്മുടെ കാക്ടസിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ആ നഴ്സറിയിലുണ്ട് കേട്ടോ. ഇത് കാക്ടസിൻ്റെ ഇനത്തിൽപ്പെട്ട തന്നെയാണ്. നല്ല നീളത്തിലുള്ള മുള്ളാണ്, ഷാർപ്പ് മുള്ളാണ്. സൂക്ഷിച്ചൊക്കെ നമുക്ക് പിടിച്ചില്ലെങ്കിൽ കയ്യിൽ കുത്തി കയറും. ഇത് പല കളറ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. വളരെ മനോഹരമാണ് കേട്ടോ. ഇത് മൂൺ കാറ്റക്സിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ്. പല കളറിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഇതും ഒത്തിരി നല്ല ഭംഗിയാണ് കാണാൻ. ഇത് സിങ്കോണിയത്തിൻ്റെ ആണ് എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ സിങ്കോണിയത്തിൻ്റെ എറിത്രോഫിലം റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പക്ഷെ ഞാനിത് മണിപ്ലാന്റിൻ്റെ ഇല പോലെയൊക്കെ എനിക്ക് തോന്നി, പക്ഷേ സിങ്കോണിയത്തിൻ്റെ ആണെന്നാണ് അവർ പറഞ്ഞത്. ഇതുപോലെ നമുക്ക് ബുഷിയായിട്ട് ഹാങ് ചെയ്തിടാം, അതുപോലെ തന്നെ നമുക്ക് പടർത്തി വിടണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഞാനിത് അധികം വളർന്നു പോകാതെ ബുഷിയായിട്ട് ചട്ടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് കുറച്ച് വിലയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇലകൾക്കും ഇതിൻ്റെ ഇലകളുടെ ബാക്കിലൊക്കെ വേറൊരു കളറൊക്കെയാണ് കണ്ടോ. അപ്പോൾ ഇതിനൊരു കുറച്ച് വിലയുണ്ട്, പക്ഷെ നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ ഫിലോഡെൻഡ്രോബിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പോത്തോസിൻ്റെ ഒക്കെ വേറെ ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആട്ടോ. ഇത് വളരെ സ്ലോവിലാണ് ഗ്രോത്ത്. ഇതും ഇതുപോലെ നല്ല ഭംഗിയാണ്. നമുക്കിത് ഇതുപോലെ പടർത്തി വിടാവുന്നതാണ്. പക്ഷെ ഞാനൊരു പോട്ടിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബുഷിയായിട്ട് ഒന്നെങ്കിൽ ഹാങ് ചെയ്തിടാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സിറ്റൗട്ടിൽ നമുക്ക് എപ്പോഴും കാണാമല്ലോ ഇലകളുടെ ഭംഗിയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പോട്ടിൽ വെച്ചിരിക്കുകയാണ്. ചകിരിച്ചോറും മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്ത മിശ്രിതത്തിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ അധികം വെള്ളമൊന്നും വേണ്ട, അധികം വെള്ളമാവാതെ നമ്മളിതൊന്ന് വളർത്തിയെടുക്കണം. കുറച്ച് സ്ലോവിലാണ് ഇത് വളരുള്ളൂ. ഇത് ഇംഗ്ലീഷ് ഐവി എന്ന് പറഞ്ഞ ചെടിയാട്ടോ. ഇതിൻ്റെ കോമ്പിനേഷൻ കണ്ട, വൈറ്റും ഡാർക്ക് ഗ്രീനും നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇലകളുടെ ഷേപ്പിനൊരു പ്രത്യേകതയുണ്ട്.
നമുക്കിത് ഇതിൻ്റെ കമ്പുകൾ നമുക്ക് മണലും മണ്ണും ചകിരിച്ചോറും ചേർന്ന് മിശ്രിതത്തിൽ നട്ട് തണലത്ത് വെച്ച് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊട്ടും വെയിൽ പാടില്ലാത്ത ചെടിയാട്ടോ. വെയിൽ ഒട്ടും ഇഷ്ടമല്ല ഇതിന്. അതുപോലെ കൂടുതൽ വെള്ളവും പാടില്ല. നമുക്കിത് ഹാങ്ങിങ് ആയിട്ടും വളർത്താൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ മുകളിലേക്ക് നമുക്ക് പടർത്തി വിട്ടും നമ്മുടെ മണി പ്ലാന്റൊക്കെ പടർത്തി വിടുന്ന പോലെയും നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എന്താ പറയുക, മനോഹരമാണ് ഈ ചെടി. പിന്നെ ഇൻഡോറിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചെടി ഫിറ്റോണിയ. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിപ്പോൾ വളർന്ന് ഇതുപോലെയായി. ഒരു ചെറിയ പോട്ടിലാണ് ഇരുന്നത്. ഞാനിപ്പോൾ അത് ഇതുപോലെ വൈറ്റ് പോട്ട് വാങ്ങിയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇതുപോലെ സിറ്റ് ഔട്ടിൽ നമ്മുടെ ടീപ്പോയിലോ അല്ലെങ്കിൽ സ്റ്റാൻഡുകളിൽ നല്ല സ്റ്റാൻഡുകളൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഫിറ്റോണിയ. പക്ഷെ ഇത് വളരെ പതുക്കെ ഇത് വളരുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്. ഒരു പ്രശ്നം, നമുക്ക് പെട്ടെന്ന് വളർന്ന് കിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഇലകൾ കണ്ടാവും ഇതൊരു ഭംഗിയാന്ന് നോക്കി. ഇതേപോലെ നമുക്ക് ബുഷിയായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതും ഫിറ്റോണിയ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ. എനിക്ക് കുറച്ച് സിങ്കോണിയും മണി പ്ലാന്റും ഉണ്ട് കേട്ടോ. കൂടുതലൊന്നുമില്ല. ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഏറ്റവും നല്ല, അതായത് ഇൻഡോർ പ്ലാന്റിൽ ഒന്നാണിത്. ഒരു വെയിലും വേണ്ട, ഒരു കെയറിങ്ങും വേണ്ട. ഇടയ്ക്ക് കുറച്ച് വെള്ളം കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന ഏതെങ്കിലും എന്താ പറയുക, ലിക്വിഡ് ഫെർട്ടിലൈസർ എന്തെങ്കിലും കൊടുത്താൽ മതി. നടുമ്പോൾ നമ്മൾ കുറച്ച് ചകിരിച്ചോറും മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടി ഉള്ള മിശ്രിതത്തിൽ ഒരല്പം എല്ലുപൊടിയോട് ചേർത്താൽ നല്ലത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ലീഫിനൊക്കെ നല്ല പച്ച നിറത്തിൽ ഉണ്ടാകും. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ നടുമ്പോൾ. പിന്നെ അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ചെടി നടുമ്പോൾ അത് എപ്പോഴും കുറേ നാളത്തേക്ക് തണൽ ഏരിയയിൽ വെച്ച് അതൊന്ന് നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള പോട്ടിലേക്ക് മാറ്റിയാൽ മതി. ഇപ്പോൾ ഈ പോട്ട് കണ്ടല്ലോ, ഇതിനും 140 രൂപയാണ്. കണ്ടോ, നമ്മൾ ഇതിനകത്ത് വേറെ ഒരു പോട്ടിൽ നട്ടത് ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല മനോഹരമായിട്ട് പോട്ട് ഇപ്പോൾ ഒത്തിരി അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇത് തന്നെ ഒരു ട്രെൻഡായിട്ടുണ്ട് ഇപ്പോൾ. സിങ്കോണിയം സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ, മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ ഇപ്പോൾ ഇതുപോലത്തെ റെഡിമെയ്ഡ് സ്റ്റിക്ക് കിട്ടും കേട്ടോ. ഈ സ്റ്റിക്കിൽ അവർ ചകിരി ചുറ്റിയിട്ട് അതിൻ്റെ മുകളിൽ അത് ചകിരി പോകാതെ നൈസ് വല, നമ്മുടെ സവാളയൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്ന നൈസ് വലയുണ്ടല്ലോ, അത് വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ലതാണ്. നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. നമുക്ക് കയറിൽ അല്ല, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു, നമുക്ക് ഈ ചൂലൊക്കെ വാങ്ങുമ്പോഴേ അതിൻ്റെ സ്റ്റിക്ക് ചീത്തയാവില്ല. അല്ലെങ്കിൽ തുടക്കോലൊക്കെ വാങ്ങുമ്പോൾ ആ സ്റ്റിക്ക് ഞാൻ കളയില്ല. ആ സ്റ്റിക്ക് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കോലിലും നമുക്ക് കയറ് ചുറ്റിയിട്ട് ഇതുപോലെ സിങ്കോണിയും മണി പ്ലാന്റൊക്കെ വളർത്താം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ നല്ല ഭംഗിയായിട്ട് ഗ്രാൻഡായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്കിതുപോലെ റെഡിമെയ്ഡ് സ്റ്റിക്ക് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഹെൽപ്പായിട്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ചെടികളിൽ ഒന്നാണ് ഈ സ്നേക്ക് പ്ലാന്റ്. ഇത് വളരെ ഈസിയാണ് നട്ടുപിടിപ്പിക്കാൻ. ഇതിൻ്റെ ലീഫ് വെറുതെ വെച്ച് മണ്ണിൽ വെച്ച് കൊടുത്താൽ മതി. വളരെ നന്നായിട്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ട് വരും. കുറച്ച് സ്ലോവിലാണ് വരുന്നതെങ്കിലും പിന്നീട് ഇത് നല്ല രീതിയിൽ ഇതുപോലെ ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഇൻഡോറിൽ വെക്കാം, സിറ്റ് ഔട്ടിൽ വെക്കാം. നമുക്ക് ഒരു കെയറും വേണ്ട. ഇതേപോലെ നമുക്ക് ചട്ടിയിലേക്ക്, ഇത് ചെറിയ ചട്ടിയിൽ നട്ട് പിടിച്ചതിന് ശേഷം ഞാനിപ്പോൾ വൈറ്റ് പോട്ട്, ഇത് 125 രൂപയാണ് ഈ പോട്ടിന്. ഇത് നമുക്കിതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഈ പോട്ടിൻ്റെ വില കേട്ടോ. അപ്പോൾ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. വേറൊരു ചട്ടിയാണ്, ആ ചട്ടി ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വെക്കാം. കണ്ടോ, ഇതൊക്കെ എത്ര ബുഷിയായിട്ട്, എത്ര നാളായെന്നറിയോ നമ്മൾ ഈ ചെറിയ ചട്ടിയിലെങ്കിലും ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ വൈറ്റ് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അധികം നാളായിട്ടില്ല. കണ്ടോ, അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ ബുഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു അട്രാക്ഷൻ തോന്നും. കണ്ടോ, അപ്പോൾ ഈ ചെടികളൊക്കെ ഇൻഡോറിൽ വെച്ച് നല്ല മനോഹരമാക്കാം നമുക്ക് സിറ്റ് ഔട്ടൊക്കെ കേട്ടോ. സിറ്റ് ഔട്ടായാലും നമ്മുടെ വീടിൻ്റെ അകത്ത് സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ, നല്ല വിശാലമായ ഹോളൊക്കെയാണ് ഒന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഓപ്പൺ ഏരിയാസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം. സ്നേക്ക് പ്ലാന്റിൽ പെട്ടത് തന്നെ ഞാൻ പണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ കഷായമൊക്കെ വെക്കാനായിട്ട് വീട്ടിൽ നമ്മൾ മേടിക്കുന്ന മൺകലങ്ങളുണ്ടല്ലോ, അത് പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. കണ്ടോ, അതിനകത്ത് ഇതുപോലെ ഒരു ചെറിയ തണ്ട്, ഒരു ഇല കുത്തി വെച്ച് ഇതേപോലെ ബുഷിയാക്കി എടുത്തതാണ്. ഇതിപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് 4 വർഷമായി ഈ ചട്ടിയിൽ. എന്നിട്ട് എന്ത് ഭംഗിയായിട്ടായിരിക്കണേന്ന് നോക്കി. അപ്പോൾ ഇതേപോലെ നമുക്ക് പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഈ ചെടികളൊക്കെ വെക്കുകയാണെങ്കിലേ, നമ്മുടെ പൂക്കളില്ലെങ്കിലും നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളും സിറ്റ് ഔട്ടൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുമല്ലോ. പക്ഷേ ഇതിനകത്ത് ചെടിയിൽ പൂവുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു പൂവുണ്ടായിട്ടുണ്ട്. ചാർലി, എന്താ അവിടെ നിൻ്റെ പോയിക്കണേ? അവനിങ്ങനെ പരിശോധനയാണ്. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ വരും. അതിൻ്റെ അകത്ത് അവനെയൊക്കെ ഒന്ന് കാണിക്കണം.
കണ്ടോ, അവനവിടെ എന്തോ പോയിട്ടുണ്ട് കേട്ടോ, അത് തപ്പി നടക്കുകയാണ്. അതുപോലെ നല്ല ഭംഗിയായിട്ട് സിറ്റൗട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഞങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ നമ്മൾ ഇതേപോലെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം കേട്ടോ. ഫ്ലവർ വൈസൊക്കെ നമ്മുടെ സിങ്കോണിയും ഇല്ലേ, നമുക്ക് ഇത് ഉണ്ടാവും. ഇത് അകത്ത് നമ്മുടെ ഈ പ്രാർത്ഥനാ റൂമിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ. സിങ്കോണിയം നല്ല ഭംഗിയാണ്. ഇതേപോലെ ബുഷിയായിട്ട് വളരാനായിട്ട് ചെറിയ ചട്ടിയിൽ വളർത്താം. വലിയ ചട്ടിയിൽ വളർത്തുമ്പോൾ ഇത് പെട്ടെന്ന് പൊക്കം വെച്ച് പോകും. അതിനകത്ത് നമുക്ക് ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പോൾ ഇത് മകളുണ്ടാക്കിയ റോസാപ്പൂവാണ് കേട്ടോ. അതുപോലെ നമുക്ക് മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കാലത്തും നമുക്ക് കുറേ നാളത്തേക്ക് മാറ്റേണ്ടി വരില്ല. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. സൺലൈറ്റ് ഒട്ടും വേണ്ട, അല്ലാതെ തന്നെ നല്ല ബുഷിയായിട്ട് ഇതുപോലെ വളർന്നോളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സ്നേക്ക് പ്ലാന്റ് നമുക്ക് ലീഫ് വെറുതെ മണ്ണിൽ കുത്തി വെച്ചാൽ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ഞാൻ കണ്ടല്ലോ 3 ഇല, ഇതും ഈ ഇലയും ഇതങ്ങനെ 3 എണ്ണം കുത്തി വെച്ചതാണ്. ഇത് ഇപ്പോൾ വേറെ ഒത്തിരി ഇലകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് ഈ മഞ്ഞ ലൈൻ വരുള്ളൂ. എന്താണെന്നറിയില്ല, അത് കുത്തി വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഡാർക്ക് പച്ച മാത്രമാണ് വന്നിരിക്കുന്നത്. എങ്കിലും ഭംഗിയാണ്, എല്ലാം ഇടകലർന്നിലിരിക്കണേ, കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് ഒരു ഇല താഴ്ത്തി മുറിച്ചെടുത്ത് ഇതുപോലെ മണ്ണിൽ കുത്തി വെച്ചാൽ മതി. കണ്ടല്ലോ, കണ്ടോ എത്ര പേരാന്ന് നോക്കി. ഇത് കുത്തി വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസമായിട്ടുണ്ടാവും കേട്ടോ ഈ ചെടി ഇതുപോലെ ആയത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഇൻഡോറൊക്കെ നല്ല ഭംഗിയാക്കാം. ഇതുപോലെ കോർണർ സ്റ്റാൻഡുകളിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാം കേട്ടോ. ഈ കാക്ടസ് പോലെയുള്ളതൊക്കെ ഒട്ടും വെയിൽ വേണ്ടാന്ന് പറഞ്ഞല്ലോ, നമുക്ക് ഇൻഡോറിൽ ഈസി ആയിട്ട് വെക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ബോട്ടിൽ ആർട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ മകളാട്ടോ, അലീനയാണ്. നല്ല രസമായിട്ട് അവൾ ചെയ്തു വെച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ വീടിൻ്റെ അകത്തും നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റാൻഡുകളും അതുപോലെ റൂമുകളൊക്കെ നമുക്ക് ഭംഗിയാക്കാം. അടുക്കളയിലായിക്കോട്ടെ, അതുപോലെ നമ്മുടെ ബെഡ്റൂമിലോ നമ്മുടെ ഹാളിലോ വാഷ് ബേസിൻ ഏരിയയിലൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സിറ്റൗട്ടിലും അതുപോലെ തണൽ ഏരിയകളിലും കാർ പോർച്ചിൻ്റെ സൈഡിലും അതുപോലെ വീടിൻ്റെ അകത്തളങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന മനോഹരമായ പാത്രങ്ങളിൽ നമുക്ക് ഇതുപോലെ ഇൻഡോർ പ്ലാന്റായിട്ട് ഒത്തിരി പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇതിലും കൂടുതൽ വെറൈറ്റീസ് പല നഴ്സറികളിലുണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിയ നഴ്സറി എന്നാന്ന് പറയുന്നത് ആലുവയിലുള്ള യൂജൻ അഗ്രോ ഗാർഡനാണ്. അവിടെ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഇൻഡോർ വെക്കാൻ, ഔട്ട്ഡോർ വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഫ്ലാറ്റുകളിൽ വെക്കാൻ, വലിയ രീതിയിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ വഴിക്ക്, അതായത് ആലുവയിൽ നിന്ന് അങ്കമാലിലേക്ക് വരുന്ന വഴിയിൽ NH-നോട് ചേർന്നാണ്. നിങ്ങളൊന്ന് പോയി കാണുക, അവിടെ ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.